പ്രീണന രാഷ്ട്രീയത്തിനും സർക്കാർ അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ പ്രതിഷേധവുമായി താമരശ്ശേരി രൂപത. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ക്രൈസ്തവ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും നടത്തും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ സഭ ജനപ്രതിനിധികളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാടുണ്ടായില്ല. അതൊക്കെയാണോ ഇങ്ങനെ ഒരു അവകാശ പ്രഖ്യാപന റാലിയിലേക്കൊക്കെ പോകാൻ ഇപ്പോൾ ക്രൈസ്തവ സഭകളെ പ്രേരിപ്പിക്കുന്നത്? ശ്രീജ, തീർച്ചയായും ഒരു തുറന്ന സമരപ്രഖ്യാപനം തന്നെ സർക്കാരുമായി നടത്തുന്നതിനാണ് ഈ വലിയ വിശാലമായ റാലി വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമുക്കെന്തായാലും രൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. സാർ, നിങ്ങൾ പറയുന്ന പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സർക്കാരുകളോട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ആവശ്യപ്പെടുന്നു, പക്ഷേ ഒന്നിലും ഒരു തീരുമാനമാവുന്നില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ തന്നെയാണോ ഈ വലിയ റാലി? തീർച്ചയായിട്ടും കാലാകാലങ്ങളിലായിട്ട് ക്രൈസ്തവ സമുദായം ഭരണാധികാരികളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് പലപ്പോഴും ഭരണാധികാരികൾ സ്വീകരിക്കുന്നത്. JB കോശി കമ്മീഷൻ തന്നെ നടപ്പിലാക്കുവാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 2-ലധികം വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെ അത് പുറത്തുവിടുക പോലും ചെയ്തിട്ടില്ല. എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്നറിയാനായിട്ട് ഞങ്ങൾ മറ്റ് സോഴ്സുകളിൽ നിന്ന് അറിയുന്നതാണ് 285 ശുപാർശകൾ ഇതിലുണ്ടെന്നൊക്കെ. പക്ഷെ അതുപോലും പുറത്തുവിട്ട് ഈ സമുദായത്തിൻ്റെ നേതൃത്വവുമായി ചർച്ച ചെയ്ത് അതിൽ അടിയന്തര പ്രാധാന്യമുള്ളവ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അത് ഇതിനു മുമ്പ് ഇതര ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഭൂരിപക്ഷമായിട്ടുള്ള സമുദായത്തിന് അത്തരത്തിൽ ഒരു കമ്മീഷനെ വെക്കുകയും കമ്മീഷൻ റിപ്പോർട്ട് കിട്ടി ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് അത് നടപ്പിലാക്കാനുള്ള ശുഷ്കാന്തി ഗവൺമെൻറ് കാണിക്കുകയും ചെയ്തു. നല്ല കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കാഴ്ച വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അമാന്തം അല്ലെങ്കിൽ ഒരു വെള്ളപ്പോക്ക് നയം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അത് തിരുത്താനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ, വന്യമൃഗശല്യം അന്താരാഷ്ട്ര നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ പരിഹരിക്കണം. അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് മൃഗങ്ങളുടെ എണ്ണം അത് ഫോറസ്റ്റ് കപ്പാസിറ്റിക്ക് അനുസരിച്ച്, കാരിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് റെഡ്യൂസ് ചെയ്തിട്ട് കൃത്യമായ ഫെൻസിങ്ങോടെ സംരക്ഷിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം എന്നുള്ളതെന്ന് പറഞ്ഞു. ഇന്ന് സ്ലോവാക്യയിലെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ റോബർട്ട് ഫാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കരടി ഇറങ്ങി ഒരു മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ സമയത്ത് അവിടെയുള്ള 300 കരടികളെ വെടിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത്തരം കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഭരണാധികാരികൾ എടുക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ക്രൂശിക്കപ്പെടുന്നതും 100 ആളുകൾ കൊല്ലപ്പെടുന്നത് എന്നിട്ട് ഒരു അനക്കമില്ലാത്തത്? ഈ വഖഫ് ബില്ല്, അതിൽ ജനപ്രതിനിധികളുടെ തീരുമാനങ്ങൾ നിരാശാജനകമാണെന്നൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സഭയുടെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ജനപ്രതിനിധികൾ ഉയർന്നില്ലേ ഈ ഇടത് വലത് പ്രതിനിധികളുടെ ഒരു പ്രകടനം? നമ്മളുടെ ഈ വഖഫ് ബില്ല് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഭരണാധികാരികൾ നീതിപൂർവമായിട്ട് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന എല്ലാ വിഭാഗങ്ങളും ജനങ്ങൾക്കും വേണ്ടി ക്ഷേമകരമായ വിധത്തിൽ അമെൻമെൻറ്റ് ചെയ്ത് നടപ്പാക്കണമെന്നുള്ളത് ക്രൈസ്തവ സമുദായത്തിൻ്റെയും ക്രൈസ്തവ നേതൃത്വത്തിൻ്റെയും ആവശ്യങ്ങളായിരുന്നു. നീതി നടപ്പാക്കി കിട്ടാനാണ്. ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്നവരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെടുന്നവരും ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്നവരും അഫക്റ്റഡ് ആകുന്ന ഒരു വിഷയമാണിത്. ആ വിഷയം പരിഹരിക്കണം. കൃത്യമായിട്ട് കാലാനുസൃതമായിട്ട് പരിഷ്കരിച്ച് അതിലെ അനീതി അവസാനിപ്പിക്കണം. നമുക്ക് അതിന് നീതിക്ക് വേണ്ടി കോടതിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ അതിനകത്ത് തെറ്റുകൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടിട്ട് അത് ചെവിക്കൊള്ളാതെ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ തെറ്റുതിരുത്തൽ എന്ന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും ഇതൊരു ഫിക്സഡ് ബാങ്ക് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ഡിപ്പോസിറ്റ് ആണെന്നുള്ള മറ്റുള്ളൊരു സമൂഹത്തെ കാണുകയും അവരെന്ത് പറഞ്ഞാലും അതിനെ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയത ഉണ്ടാകത്തക്ക വിധത്തിൽ പോലും പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു സംവിധാനങ്ങൾക്കും ഭൂഷണമല്ല. കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങൾ തമ്മിലോ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിലുള്ള പ്രശ്നങ്ങളല്ലിത്. മറിച്ച് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ന്യായമായ പരിഹാരങ്ങൾ ഉണ്ടാക്കണമെന്ന് അവകാശപ്പെടുമ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായി പാസ്സാക്കുന്നതിൽ ഇവിടുത്തെ പ്രതിപക്ഷം ക്രൈസ്തവ അവകാശ പ്രഖ്യാപന റാലിക്ക് ഒരുങ്ങുകയാണ് താമരശ്ശേരി രൂപത. മാർ ജോസഫ് പാംപ്ലാനി ആയിരിക്കും ഈ റാലി ഉദ്ഘാടനം ചെയ്യുക. അതേക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു സഭാ വക്താവ്.